അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന കാണിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വീടിൻ്റെ കതകിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയറി വരുമ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, കണ്ടോ, ഇതിനകത്ത് ലേസർ ലൈറ്റ് ബ്രേക്ക് ആയി. അപ്പോൾ അലാറം അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത ലേസർ സെക്യൂരിറ്റി അലാറത്തിൻ്റെ മൊഡ്യൂൾ. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിന് പ്രത്യേകിച്ച് ഇൻട്രോയുടെ ആവശ്യമില്ല. കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബിൽ ഇഷ്ടംമാതിരി പേര് ഇതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അവരെല്ലാം ചെയ്തതിനകത്ത് ചെറിയൊരു പോരായ്മയുണ്ട്. അത് പരിഹരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ ലഭിക്കാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ എന്തൊക്കെ കമ്പോണൻസ് ആണ് ഉപയോഗിച്ചേക്കാൻ നമുക്ക് നോക്കാം. ഇതുകൊണ്ട് ഒരു LDR എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 1K 2 റെസിസ്റ്റർ എടുത്തിട്ടുണ്ട്. BC 547 എന്ന് പറഞ്ഞ 2 ട്രാൻസിസ്റ്റർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു LED എടുത്തിട്ടുണ്ട്. റെഡ് കളറാണ് എടുത്തേക്കുന്നത്. ഒരു ബസർ 9 വോൾട്ടിൻ്റെ ആണ്. അതുകൊണ്ട് 9 വോൾട്ടിൻ്റെ ബാറ്ററി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഒരു ലേസർ, നമ്മുടെ സാധാരണ ഉത്സവപ്പറമ്പിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ടൈപ്പ് ഒരു ലേസർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കമ്പോണൻസ് ആണ് നമുക്ക് ഈ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത്. നമുക്കിനി ഓരോരോ കമ്പോണൻസ് ആയിട്ട് ഈ ഒരു PCB ബോർഡിലോട്ട് സോൾഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ LDR നമ്മുടെ ഈ PCB ബോർഡിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി LDRൻ്റെ ഒരു ലെഗ് നമുക്ക് നമുക്ക് 10K റെസിസ്റ്ററോടെ സോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ BC 547 എന്ന ട്രാൻസിസ്റ്ററിൻ്റെ സെൻറ്റർ ലെഗ്, അതായത് ബേസ് ലെഗ് നമ്മുടെ റെസിസ്റ്ററിൻ്റെ ഈ ഒരു LDRൻ്റെ നേരെ വരുന്ന ലെഗുമായിട്ട് വരുന്ന രീതി വെച്ചിട്ട് നമുക്ക് സോൾഡ് ചെയ്യാം. ഇനി റെസിസ്റ്ററിൻ്റെ ഈ ലെഗിൽ നിന്ന് ഞാൻ ഒരു വയർ തണ്ടിങ്ങനെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് സോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ലെഗ്, അതായത് ഈ മൂന്നാമത്തെ ലെഗ്, 1, 2, മൂന്നാമത്തെ ലെഗ് നമുക്കിപ്പോൾ ഈ കണക്ട് ചെയ്ത വയറുമായിട്ട് നമുക്ക് ജോയിൻ്റ് ആക്കി കൊടുക്കാം. അങ്ങനെ ട്രാൻസിസ്റ്റർ എമിറ്റർ ലെഗും അതുകൊണ്ട് റെസിസ്റ്ററിൻ്റെ ഈ വയറുമായിട്ട് നമ്മൾ ഒരു വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ ലെഗിൽ നിന്ന് നമുക്ക് അടുത്ത ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലോട്ട് വരുന്ന രീതിയിൽ നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിലോട്ട് സോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മളങ്ങനെ അതും സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതുകൊണ്ട് ഒരു LED സോൾഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മളിപ്പോൾ വെച്ച ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിൽ നിന്നും അതുകൊണ്ട് നമ്മളിപ്പോൾ മുമ്പേ കൊടുത്തിരിക്കുന്ന ഈ കണക്ഷൻ ഉണ്ടല്ലോ, ഈ കണക്ഷനിലോട്ട് വരുന്ന രീതിയിൽ LED വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ എമിറ്ററിൻ്റെ സൈഡിൽ വരുന്നത് LEDയുടെ പോസിറ്റീവ് ആയിരിക്കണം എപ്പോഴും. LEDയുടെ പോസിറ്റീവ് നമുക്ക് ഇതിനകത്ത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. LEDയുടെ അകത്ത് സൂക്ഷിച്ച് നോക്കാമെങ്കിൽ ഇച്ചിരി വലിയ പ്ലേറ്റ് ഇരിക്കുന്നത് നെഗറ്റീവും കുഞ്ഞു പ്ലേറ്റ് ഇരിക്കുന്നത് പോസിറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് ഇതാണ്. ഇത് നമുക്ക് അതിലോട്ട് വെച്ച് സോൾഡ് ചെയ്യാം. അങ്ങനെ അത് നമ്മൾ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് ഒരു 1K റെസിസ്റ്റർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം വെച്ച ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറുമായിട്ടും അതുകൊണ്ട് തന്നെ രണ്ടാം വെച്ച ട്രാൻസിസ്റ്ററിൻ്റെ ബേസുമായിട്ടും കോൺടാക്ട് വരുന്ന ഭാഗമല്ലേ, ഇതുമായിട്ട് കണക്ട് ആവുന്ന രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അതുകൊണ്ട് ഇവിടെ ആയിട്ട് എന്നിട്ട് ഇത് നമുക്ക് സോൾഡ് ചെയ്ത് ഉറപ്പിക്കാം. ഇനി LDRൻ്റെ ഈ ഒരു ലെഗും നമ്മളിപ്പോൾ വെച്ച ഈ റെസിസ്റ്ററിൻ്റെ ലെഗുമായിട്ട് ഒരു കോൺടാക്ട് കൊടുക്കാം. അതിന് ഞാൻ ഇവിടെ ചെറിയൊരു വയർ പീസ് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും അടുത്തുള്ള ഹോളുകളിലോട്ട് വെച്ചിട്ട് നമുക്കത് സോൾഡ് ചെയ്ത് രണ്ടും ഒരുമിച്ച് കണക്ഷൻ ആക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ ലെഗുകൾ തമ്മിൽ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലും ഈ സൈഡ് ചെയ്ത് വെക്കുന്ന മാതിരി ഒരു വയർ താഴോട്ട് എടുക്കാം. അങ്ങനെ ഈ വയർ നമ്മളിവിടെ സോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് 9 വോൾട്ടിൻ്റെ ഒരു ബസർ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ബസറിൻ്റെ നെഗറ്റീവ് ലൈന് നമ്മൾ ഈ രണ്ടാം വെച്ച ട്രാൻസിസ്റ്ററിൻ്റെ ഈ കളക്ടറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ബസറിൻ്റെ പോസിറ്റീവ് ലൈന് നമ്മൾ മുമ്പ് എടുത്തേക്കുന്ന ഈ ലൈനുമായിട്ട് കോൺടാക്റ്റിൽ വരുന്ന രീതിയിൽ സോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതുകൊണ്ട് ഒരു 50 വോൾട്ട് 4700 UFൻ്റെ ഒരു കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. ഈ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ലെഗ് നമുക്ക് ഈ ബസറിൻ്റെ നെഗറ്റീവ് ലെഗിലും പോസിറ്റീവ് ബസറിൻ്റെ പോസിറ്റീവ് ലെഗിലും വരുന്ന രീതിയിൽ കൊടുക്കാം. ഇതെന്തിനാണ് കൊടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് അവസാനം പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾ ആ കപ്പാസിറ്ററും നമ്മുടെ ഈ ബോർഡിലോട്ട് സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിയിലോട്ട് പോകേണ്ട കണക്ഷൻ സോൾഡ് ചെയ്തെടുക്കാം. അത് നമുക്ക് ഇത് പോസിറ്റീവ് ലൈനും ഇത് നെഗറ്റീവ് ലൈനുമാണ്. നമുക്ക് ഈ വയർ സോൾഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ബാറ്ററിയിലോട്ട് പോകേണ്ട വയർ നമ്മൾ സോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പുറകിൽ വേസ്റ്റ് വന്നേക്കുന്ന കമ്പികളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അങ്ങനെ നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന കമ്പികളെല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു കേസിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഈ സർക്യൂട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പോകണം. അതിലോട്ടൊരു ബാറ്ററിയായിട്ട് കണക്ട് ചെയ്യാണ്. ബാറ്ററിയുടെ പോസിറ്റീവ് ലൈനും നമ്മുടെ പോസിറ്റീവ് ലൈനോട് കണക്ട് ചെയ്യുന്നു. അതുകൊണ്ട് നെഗറ്റീവ് ലൈനും. ഇപ്പോൾ ഈ സർക്യൂട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിലോട്ട് ലേസർ അടിച്ചു കൊടുക്കാം LDRയിലോട്ട്. അപ്പോൾ LED നിന്ന് കണ്ടു. ഇനി നമുക്ക് ഈ ലേസർ ഒന്ന് ബ്രേക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, മൊഡ്യൂൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി വീണ്ടും ലേസർ അതിലോട്ട് അടിച്ചു കൊടുക്കുന്നിടത്ത് സർക്യൂട്ട് ഓഫ് ആയിട്ടുണ്ട്. ബസർ കുറച്ചുകൂടെ കറങ്ങിയിരിക്കും ആ ഒരു കപ്പാസിറ്ററിനകത്ത് ചാർജ് വലിഞ്ഞ് ചേരുന്നിടം വരെ. കണ്ടില്ലേ, ചെറിയ കപ്പാസിറ്റർ നിൽക്കും. ഇനി നമുക്ക് ഇതിലൊരു കേസിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ ഒരു മൊഡ്യൂൾ നമുക്ക് ഈ ഒരു PVC ബോക്സിനകത്തോട്ട് ഇറക്കി കൊടുക്കാം. അതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിനകത്ത് ചെറിയൊരു അപ്ഡേറ്റോട് വരുത്തുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LDRും
ഈ LED നമ്മൾ ഈ ബോർഡിൽ നിന്ന് വെളിയിലോട്ട് എടുക്കുന്നുണ്ട്. എന്നാലേ നമുക്ക് ഇതിന്റെ പുറത്ത് ഈ PVC ബോക്സിന്റെ പുറത്ത് അത് കൃത്യമായിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിനകത്ത് വെക്കാൻ ഇച്ചിരി പാടായിരിക്കും. നമ്മുടെ ഇഷ്ടത്തിന് LDRും LEDയും ഒന്നും നമുക്ക് കൊണ്ടുവെക്കാൻ പറ്റത്തില്ല. ഈ ഒരു ബോർഡിനകത്ത് തന്നെ ഇരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബോർഡിൽ നിന്നും ഈ LDRും അതുകൊണ്ട് തന്നെ LEDയും നമുക്ക് സെപ്പറേറ്റ് വയർ എടുത്തിട്ട് പുറത്തോട്ട് എടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ LED ഇതിനകത്തൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അങ്ങോട്ടൊരു വയർ സോൾഡ് ചെയ്തെടുക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ LDR ഇവിടുന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. എന്നിട്ട് നമുക്ക് LDRന്റെ സ്ഥാനത്ത് നിന്ന് 2 വയർ നമുക്ക് സോൾഡ് ചെയ്ത് പുറത്തോട്ട് എടുക്കാം. LDRന് പ്രത്യേകിച്ച് നെഗറ്റീവും പോസിറ്റീവും നോക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഈ PVC ബോക്സിനകത്ത് ഈ ഗ്ലൂ ഗണ്ണിന്റെ സഹായത്തോടെ നമുക്ക് ഈ ഒരു ബോർഡ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ ബാറ്ററിയുടെ കണക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൂടെ ഈ ബോക്സിനകത്ത് ഒട്ടിച്ചു വെക്കാം. അങ്ങനെ ബാറ്ററി നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ടൊരു സ്വിച്ച് കൂടെ കണക്ട് ചെയ്യാം. അങ്ങനെ സ്വിച്ചിൻ്റെ വയറും സോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് കൂടെ ഈ ബോക്സിനകത്ത് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇതിനകത്ത് സ്വിച്ചിൻ്റെ കണക്ഷൻ കൊടുത്തു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ വെളിയിലോട്ട് LDRന്റെ ലൈൻ വെളിയിലോട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബസർ ഞാൻ വെളിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി LED ആണ്. LEDയുടെ കണക്ഷൻ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ LED കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ആയിട്ട് ഒരു ഹോൾ അടിച്ചിട്ട് ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കുകയാണ്. LED അവിടോട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സ് ക്ലോസ് ചെയ്യാം. അങ്ങനെ നമ്മൾ PVCയുടെ ബോക്സ് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ LDRൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ഇതിനകത്ത് LDR സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. LDR ഞാൻ നമുക്കൊരു ക്യാപ്പിനകത്തോട്ട് കയറ്റി വെച്ചേക്കാണ്. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞുതരാം. LDR മൊഡ്യൂൾ ഞാൻ ഇത് നമുക്കൊരു സ്റ്റാൻഡിലോട്ടാണ് സോൾഡ് ചെയ്തെടുത്തത്. ആ സ്റ്റാൻഡ് ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് നമുക്കൊരു ക്യാപ്പിനകത്തോട്ട് കയറ്റി വെച്ചത്. ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ LDR മൊഡ്യൂളിൻ്റെ ഡയറക്ഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡിലോട്ട് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് ബാലൻസ് വന്ന വയർ ഞാൻ തിരിച്ചള്ളി അകത്തോട്ട് കയറ്റി കൊടുത്തേക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്ത ലേസർ സെക്യൂരിറ്റി അലാറത്തിൻ്റെ ഫുൾ വർക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ അവസാനത്തെ രൂപം. ഇത് നമുക്ക് ലേസർ സെക്യൂരിറ്റി അലാറത്തിൻ്റെ LDR നമുക്ക് എങ്ങനെ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതുകൊണ്ടൊക്കെ ഒരു ക്ലിപ്പ് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത്. കണ്ടില്ലേ? ഇത് നമുക്ക് ഏത് സൈഡിൽ നിന്നാണ് ലേസർ വരുവാണെങ്കിൽ നമുക്ക് ഇതിലോട്ട് റിസീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടൊക്കെ എൻ്റെ ലേസർ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ ലേസറാണ്. ഇതുകൊണ്ടൊക്കെ ഒരു കേസിനകത്ത് വെച്ച് കൊടുത്തതേ ഉള്ളൂ. സാധാരണ ലേസറിന് ഒരു പ്രസ് ബട്ടൺ സ്വിച്ചാണ് വരുന്നത്. ഇതിന് ഞാൻ ഒരു സാധാരണ നോർമൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? വർക്ക് ചെയ്യുന്ന കണ്ടില്ലേ? ഇത് നമുക്ക് എവിടെയും വെച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. ഇപ്പോൾ ഇന്നത്തെ ബാറ്ററിയും മാറ്റി ഒരു 9 വോൾട്ടിൻ്റെ ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. ഞാൻ അത്ര ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ലേസർ സെക്യൂരിറ്റി മൊഡ്യൂൾ വർക്ക് ചെയ്യുന്ന കാണിക്കാൻ വേണ്ടി ഞാൻ ഇതുകൊണ്ട് എൻ്റെ വീടിൻ്റെ കഥകിൻ്റെ ഫ്രണ്ടിലോട്ട് അത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലേസർ സെറ്റ് ചെയ്ത് കണ്ട് ഇവിടെ ആയിട്ടാണ്. കണ്ടില്ലേ? അപ്പോൾ ഈ ലേസറിൽ നിന്ന് വെട്ടം ഈ ഒരു മിററിൽ തട്ടി അതുകൊണ്ട് അടുത്ത മിററിൽ തട്ടി അതുകൊണ്ട് ഈ മിററിൽ തട്ടി നേരെ വന്ന് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൻ്റെ LDR പതിക്കുന്ന രീതിയിലാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. അത് ജസ്റ്റ് ഓണായി കാണിച്ചു തരാം. ഓക്കെ, ലേസർ ഓൺ ആയിട്ടുണ്ട്. കണ്ടില്ലേ? ആ വെട്ടം അവിടെ നേരെ വന്ന് നമ്മുടെ ലേസർ സെക്യൂരിറ്റി അലാറത്തിൻ്റെ LDRലോട്ട് തട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൊഡ്യൂൾ ഒന്ന് ഓണാക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ മൊഡ്യൂൾ ഓണാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തൂടെ പോകുന്ന ലേസർ എവിടെ വെച്ച് ബ്രേക്ക് ആവുന്നെങ്കിൽ അലാറം അടിക്കാൻ തുടങ്ങും. ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ച് കൈ വെച്ച് ബ്രേക്ക് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ? ലേസർ ഇപ്പോൾ എൻ്റെ കയ്യിലാണ് നിൽക്കുന്നത്. വിടുമ്പോൾ വീണ്ടും മൊഡ്യൂൾ ഓഫായി, LED ഓഫായി. ഈ ബസർ കുറച്ചുകൂടെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കും. കാര്യം എന്ന് വെച്ചാൽ അതിനകത്തിരിക്കുന്ന കപ്പാസിറ്ററിനകത്ത് ചാർജ് വലിഞ്ഞു തീരണം വരെ. അപ്പോൾ ഈ ലേസർ ഇങ്ങനെ കത്തി പോകുന്നുണ്ട്. ഇതുവഴി നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ലേസർ എവിടെ വെച്ച് ബ്രേക്ക് ആയാലും നമ്മുടെ ഈ അലാറം അടിക്കും. നമുക്ക് ഈ മേളിൽ വെച്ചൊന്ന് ബ്രേക്ക് ആക്കി നോക്കാം. ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ച് ബ്രേക്ക് ആക്കുവാണ്. കണ്ടില്ലേ? നമ്മൾ കൈ എടുക്കുമ്പോൾ അലാറം നിന്നിട്ടുണ്ട്. അതായത് LED നിൽക്കും ആദ്യം. ആ LED നിന്നിട്ടായിരിക്കും ബസർ നിൽക്കുന്നത്. ബസർ കുറച്ച് നേരോട് ഇങ്ങനെ സൗണ്ട് കേട്ട് നിൽക്കും. എന്നിട്ട് ബസറും ചെറുകെ ഓഫാകും. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന കാണിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ വീടിൻ്റെ കഥകിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയറി വരുമ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, കണ്ടോ? ഇതിനകത്ത് ലേസർ ലൈറ്റ് ബ്രേക്കായി. അപ്പോൾ അലാറം അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അലാറം കുറേ നേരം ഇങ്ങനെ അടിച്ച് നിൽക്കും. കേട്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഈ ലേസർ സെക്യൂരിറ്റി അലാറം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാവുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് കഴിഞ്ഞ് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ സർക്യൂട്ട് ഡയറും ഞാൻ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ബ്രോഡ്കാസ്റ്റ് ചാനലിലും ഇടുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.